കമ്പനിയിലെ യൂണിറ്റ് 14 മാനേജറിയൽ റെമ്യൂണറേഷൻ. ഈ യൂണിറ്റ് നമ്മൾ മാനേജേഴ്സ്, കഴിഞ്ഞ യൂണിറ്റ് നമ്മൾ ഡയറക്ടേഴ്സിന് ഡിസ്കസ് ചെയ്തു. ഈ യൂണിറ്റ് നമ്മൾ മാനേജേഴ്സിൻ്റെ റെമ്യൂണറേഷനും കാര്യങ്ങൾ എങ്ങനെയാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാനേജർ റെമ്യൂണറേഷൻ പബ്ലിക് കമ്പനിയിലാണ് റെസ്ട്രിക്ഷൻസ് കൂടുതലുള്ളത്. പ്രൈവറ്റ് കമ്പനീസിന് അധികം റെസ്ട്രിക്ഷൻസ് ഇല്ല. കമ്പനീസ് ആക്ട് തന്നെയാണ് പബ്ലിക് കമ്പനിയിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ള എത്രത്തോളം എമൗണ്ട് കൊടുക്കണം മാനേജറിയൽ റെമ്യൂണറേഷനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദി എമൗണ്ട് പെയ്ഡ് ടു ദി ഡയറക്ടേഴ്സ് ഫോർ എൻട്രിങ് ദർ സർവീസ് മാനേജിങ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഇസ് നോൺ ആസ് മാനേജറിയൽ റെമ്യൂണറേഷൻ. കമ്പനിയുടെ അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന സാലറിയാണ് മാനേജറിയൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. റെഫറൻസ് ടു സെക്ഷൻ 197, ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് മാനേജിംഗ് ഡയറക്ടേഴ്സ് ആൻഡ് വോൾ ടൈം ഡയറക്ടർ ഓഫ് എ കമ്പനി ആൻഡ് മാനേജർ കോൺസ്റ്റിറ്റ്യൂട്ട് മാനേജറിയൽ പേഴ്സണൽ. എല്ലാ ഡയറക്ടേഴ്സും മാനേജേഴ്സ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമല്ല. ഫുൾ ടൈം ഡയറക്ടേഴ്സാണ് യൂഷ്വലി മാനേജേഴ്സ് ആവാറ്. അപ്പം അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ എമൗണ്ട് ആയിരിക്കും റെമ്യൂണറേഷനായിട്ട് കൊടുക്കുക. ഡയറക്ടേഴ്സിനാണെങ്കിലും ഫുൾ ടൈം മാനേജേഴ്സിന് ഒരു എമൗണ്ട്, അതല്ലാത്ത മാനേജേഴ്സിന് വേറെ എമൗണ്ട്, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. Meaning of managerial remuneration. Managerial remuneration may take the form of monthly payment, say salary, or a specified percentage of net profit, or a commission, and or by way of fee to each meeting of the board called sitting fee. മാനേജറിയൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് മന്ത്ലി പേയ്മെൻറ്റ്സ് ആണ്. സാലറി ആയിട്ടോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ കമ്മീഷനായിട്ടോ, അതല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അറ്റൻഡ് ചെയ്യുന്നതിനുള്ള സിറ്റിംഗ് ഫീസ് ആയിട്ടോ ആണ് മാനേജറിയൽ റെമ്യൂണറേഷൻ പേ ചെയ്യാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 78 ഡിഫൈൻസ് റെമ്യൂണറേഷൻ ടു മീൻ എനി മണി ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ഗിവൺ ഓർ പാസ് ബൈ എനി പേഴ്സൺ ഫോർ സർവീസസ് റെൻഡഡ് ബൈ ഹിം ആൻഡ് ഇൻക്ലൂഡ്സ് പെർക്വിസിറ്റ്സ് ആസ് ഡിഫൈൻഡ് അണ്ടർ ദി ഇൻകം ടാക്സ് 1961. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടും അതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടും ഒരാൾക്ക് അയാളുടെ സർവീസസിന് വേണ്ടിയിട്ട്, അയാൾ സർവീസ് തന്നതിന് വേണ്ടിയിട്ട് പകരമായിട്ട് കൊടുക്കുന്നതാണ് റെമ്യൂണറേഷൻ. അതിൻ്റെ കൂടെ പെർക്വിസിറ്റ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ദെൻ എക്സ്പ്ലനേഷൻ 6B to Schedule 5 further provides that remuneration shall also include reimbursement of any direct tax to the managerial personnel. ഡയറക്ടേഴ്സ് റീഇംബേഴ്സ് ചെയ്തതും കൂടെ റെമ്യൂണറേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. വാട്ട് ഈസ് നോട്ട് എ മാനേജറിയൽ റെമ്യൂണറേഷൻ? എന്തൊക്കെയാണ് മാനേജറിയൽ റെമ്യൂണറേഷൻ്റെ ഉള്ളിൽ വരാത്തത്? ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ എ പോളിസി ടേക്കൺ ബൈ കമ്പനി ഓൺ ബിഹാഫ് ഓഫ് ഇസ് മാനേജിംഗ് ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടറിന്, വോൾ ടൈം ഡയറക്ടറിന് അല്ലാത്ത മാനേജേഴ്സിന്, സിഇഒക്ക്, CFOക്ക്, അല്ലാതെ കമ്പനി സെക്രട്ടറിക്ക്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എടുത്ത ഇൻഷുറൻസിൻ്റെ പ്രീമിയം. For indemnifying any of them against any liability in respect of any negligence, default, misfeasance, breach of duty or breach of trust for which they have been guilty in relationship of the company. കമ്പനിയായിട്ട് റിലേഷനിലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും ഗിൽറ്റി ആണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയം റെമ്യൂണറേഷനായിട്ട് കൺസിഡർ ചെയ്യില്ല. ബട്ട് ഇഫ് സച്ച് പേഴ്സൺ ഈസ് പ്രൂവ് ടു ബി ഗിൽറ്റി ദി പ്രീമിയം പേയ്ഡ് സച്ച് ഷാൽ ബി ട്രീറ്റഡ്. പ്രൂവ് ആണെന്ന് ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവരെ പ്രൂവ് ചെയ്യാണ്, നമ്മൾ ഗിൽറ്റി അല്ലാതെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ഇൻഷുറൻസ് പ്രീമിയങ്ങളും കാര്യങ്ങളൊന്നും റെമ്യൂണറേഷനായിട്ട് കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് റെമ്യൂണറേഷനായിട്ട് കൺസിഡർ ചെയ്യും. ഇനി റെമ്യൂണറേഷൻ ഫോർ സർവീസ് റെൻഡഡ് ബൈ എനി ഡയറക്ടർ ഇനി അതർ കപ്പാസിറ്റി ഷാൽ നോട്ട് ബി സോ ഇൻക്ലൂഡഡ് ഇഫ് ദി സർവീസ് റെൻഡഡ് ഓഫ് എ പ്രൊഫഷണൽ നേച്ചർ. പ്രൊഫഷണൽ നേച്ചറിലുള്ള സർവീസസ് ആണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതും മാനേജർ റെമ്യൂണറേഷനായിട്ട് കൺസിഡർ ചെയ്യില്ല. അത് അവരുടെ പ്രൊഫഷണൽ രീതിയിലുള്ള റെമ്യൂണറേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദി നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഓർ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ അതർ കേസ്, ദി ഡയറക്ടർ പൊസസ്സസ് ദി റിക്വസിറ്റ് ക്വാളിഫിക്കേഷൻ ഫോർ ദി പ്രാക്ടീസ് ഓഫ് ദി പ്രൊഫഷൻ. അല്ലാതെ അല്ലെങ്കിൽ നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റീൻ്റെയോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പീനിയനിൽ അവർക്കൊരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെൻസിലും അവരുടെ സർവീസിനുള്ള റെമ്യൂണറേഷൻ പ്രൊഫഷണൽ ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുക, അല്ലാതെ മാനേജർ റെമ്യൂണറേഷൻ്റെ ഉള്ളിൽ പെടില്ല. ദെൻ ഗ്യാരണ്ടി കമ്മീഷൻ പെയ്ഡ് ടു എ ഡയറക്ടറിന് കൊടുക്കുന്ന ഗ്യാരണ്ടി കമ്മീഷൻ മാനേജർ റെമ്യൂണറേഷനായിട്ട് കൺസിഡർ ചെയ്യില്ല.
അടുത്തത് മാനേജർ റെമ്യൂണറേഷൻ്റെ മോഡ്സ് ഓഫ് പേയ്മെൻ്റ് ആണ്. ഡയറക്ടർ ഓർ മാനേജർ മേ ബി പെയ്ഡ് റെമ്യൂണറേഷൻ ബൈ വേ ഓഫ് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് റെമ്യൂണറേഷൻ പേ ചെയ്യാം. അതേമാതിരി നെറ്റ് പ്രോഫിറ്റ് ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ആയിട്ട് പേ ചെയ്യാം. അല്ലെങ്കിൽ പാർട്ട്ലി ബൈ വൺ വേ ഓർ പാർട്ട്ലി ബൈ അതർ. ഒന്നെങ്കിൽ മന്ത് പേയ്മെൻ്റ് ആയിട്ട് പകുതി, ബാക്കി നെറ്റ് പ്രോഫിറ്റിൻ്റെ സ്പെസിഫിക് പെർസെൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പേ ചെയ്യാം. ബിസൈഡ്സ് ഹി മേ ബി പെയ്ഡ് സിറ്റിംഗ് ഫീ ഓൾസോ ഫോർ അറ്റൻഡിങ് ബോർഡ് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റിംഗ് ഫീസും പേ ചെയ്യാം. ഈ ഇങ്ങനെയാണ് യൂഷ്വലി മാനേജർ റെമ്യൂണറേഷൻ പേ ചെയ്യാറ്. An independent director may receive remuneration by way of sitting fees and reimbursement of expenses for participation in the board and other meetings and profit-related commission as may be approved by the members. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആരാന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനുള്ള റെമ്യൂണറേഷൻ യൂഷ്വലി ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സിറ്റിംഗ് ഫീസായിട്ടാണ് കൊടുക്കുക. അതേമാതിരി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും റീഇംബേഴ്സ് ചെയ്യും. ദെൻ എന്തെങ്കിലും പ്രോഫിറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻ എന്തെങ്കിലും പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെമ്പേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ സിറ്റിംഗ് ഫീസ് എന്ന് വെച്ചാൽ റൂൾസ് 4 ഓഫ് കമ്പനീസ് അപ്പോയിൻമെൻറ്റ് റെമ്യൂണറേഷൻ മാനേജർ പേഴ്സൺ റൂൾസ് 2014 ആസ് പ്രിസ്ക്രൈബ് സീലിംഗ് ഓഫ് ₹1 lakh പെർ മീറ്റിംഗ്. ഓരോ മീറ്റിങ്ങിന് 1 lakh rupees ആണ് സിറ്റിംഗ് ഫീസ്. അതാണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓവറോൾ ഒരു കമ്പനിക്ക് എത്രത്തോളമാണ് മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സിന് ഇൻക്ലൂഡിങ് മാനേജറിങ് ഡയറക്ടേഴ്സും ബോൾട്ടൺ ഡയറക്ടേഴ്സും എല്ലാവർക്കും കൂടെ ആൻഡ് ഇസ് മാനേജ് റെസ്പെക്ട് ഓഫ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പബ്ലിക് കമ്പനിക്ക് നോട്ട് മോർ ദാൻ 11% ഓഫ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% കൂടുതൽ ഒരു പബ്ലിക് കമ്പനിയിലുള്ള ഡയറക്ടേഴ്സിന് ഇൻക്ലൂഡിങ് മാനേജിങ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടർ ആൻഡ് ഹിസ് ഡയറക്ടേഴ്സ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 11% കൂടുതൽ കൊടുക്കാനായിട്ട് പാടില്ല. നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% കൂടുതൽ കൊടുക്കാനായിട്ട് പാടില്ല. പബ്ലിക് കമ്പനിയുടെ സീലിംഗ് ആണ് ഇത്. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ യൂഷ്വലി സീലിങ്സ് വെക്കില്ല. ഞാൻ പറഞ്ഞു പബ്ലിക് കമ്പനിക്കാണ് കൂടുതൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉള്ളത്. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും അധികമില്ല. അതൊക്കെ അവരുടെ ഡിസിഷൻസ് ആണ് പ്രൈവറ്റ് കമ്പനിക്ക് എത്ര മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളത്. ദെൻ ഇൻഡിവിജ്വൽ സീലിംഗ് ഓൺ മാനേജർ റെമ്യൂണറേഷൻ സെക്ഷൻ 197 provides that except with the approval of the company by a special resolution in general meeting. ഇൻഡിവിജ്വൽ സീലിംഗ് ഉണ്ടാവും മാനേജർ റെമ്യൂണറേഷൻ. അവരുടെ ഡ്യൂട്ടീസും എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സാണ്, എന്തൊക്കെ പൊസിഷൻസാണ് അവരെടുക്കുന്നത്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതിനനുസരിച്ചിട്ടാണ് റെമ്യൂണറേഷൻ വരിക. അപ്പോൾ അതിന് ഇൻഡിവിജ്വൽ സീലിങ്സും വെക്കാനായിട്ട് ഇതുണ്ട്. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനൊക്കെയാണ് കൂടുതലും റെസ്ട്രിക്ഷൻസ് ഉള്ളത്. കാരണം അവർ പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഒരു കമ്പനിയിൽ ഇരിക്കുന്നത്. അപ്പം അവരുടെ റെമ്യൂണറേഷൻ കൂടുതലും കമ്പനിയുടെ പ്രോഫിറ്റുമായിട്ട് കണക്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അവരാവശ്യമില്ലാത്ത പ്രോഫിറ്റ് കാണിക്കാനും ഡിഫോൾട്ട് നടത്താനും ഫ്രോഡ് കാണിക്കാനും ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ മാനേജർ റെമ്യൂണറേഷന് സീലിങ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 197 ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. എക്സെപ്റ്റ് വിത്ത് അപ്രൂവൽ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വേണം മാനേജറിയൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്. അതിൻ്റെ എക്സെപ്ഷൻ വരുന്നതാണ് ഷാൽ നോട്ട് എക്സീഡ് 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഈ പറഞ്ഞ ഇതിൽ കൂടുതൽ, അതായത് ഇപ്പോൾ ഇത് കുറച്ച് ലിമിറ്റ്സ് ആണ്, സീലിംഗ് ആണ് പറയുന്നത്. ഇതിൽ കൂടുതൽ പേയ്മെൻറ്റ് മാനേജേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് കമ്പനിയുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കണം. അപ്പോൾ സീലിംഗ് പറയാം, ദി റെമ്യൂണറേഷൻ പേയബിൾ ടു എനി വൺ മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം മാനേജർ ഓർ ഓൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ ഷാൽ നോട്ട് എക്സീഡ് 5% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി. നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതേമാതിരി ഇഫ് ദർ ഇസ് മോർ ദാൻ വൺ സച്ച് ഡയറക്ടർ, അതേപോലത്തെ ഒന്നിൽ കൂടുതൽ ഡയറക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് 10% കൂടാനായിട്ട് പാടില്ല. നെറ്റ് പ്രോഫിറ്റ് 10% കൂടാനായിട്ട് പാടില്ല. അങ്ങനെ 10% കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. രണ്ടാമത്തത് ഇതിൻ്റെ റെമ്യൂണറേഷൻ പേയബിൾ ടു ഡയറക്ടേഴ്സ് ഹു ആർ നീദർ മാനേജിംഗ് ഡയറക്ടേഴ്സ് നോർ ഓൾ ടൈം ഡയറക്ടേഴ്സ് ഷാൽ നോട്ട് എക്സീഡ്. മാനേജിംഗ് ഡയറക്ടർ, ഓൾ ടൈം ഡയറക്ടർ അല്ലാത്തൊരു ഡയറക്ടറിന് റെമ്യൂണറേഷൻ 1% നെറ്റ് പ്രോഫിറ്റിൻ്റെ 1% കൂടുതൽ റെമ്യൂണറേഷൻ പേ ചെയ്യാൻ പാടില്ല. അതേമാതിരി 3% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ഇൻ എനി അതർ കേസ്.
ഒറ്റ ഇഫ് ദ കമ്പനി ആസ് എ മാനേജിങ് ഓർ വോൾ ടൈം അതായത് മാനേജിങ് ആൻഡ് വോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാത്ത ബാക്കി ഡയറക്ടേഴ്സിന് 1% ഓഫ് നെറ്റ് പ്രോഫിറ്റിനെക്കാട്ടും നെറ്റ് പ്രോഫിറ്റിൻ്റെ 1%-നെക്കാട്ടും കൂടുതൽ കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ മാനേജേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 3% വരെ കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഈ പറഞ്ഞ സീലിങ്സ് ഒന്നും പ്രൈവറ്റ് കമ്പനീസിന് ബാധകമല്ല. അവരത് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ഡയറക്ടർ ഇൻ എ പ്രൊഫഷണൽ കപ്പാസിറ്റി. Remuneration for services rendered by any director in any capacity shall not be included if services rendered are of a professional nature. ഒരു ഡയറക്ടർ അവരുടെ സർവീസ് കൊടുത്തത് ഒരു പ്രൊഫഷണൽ നേച്ചറിലുള്ള സർവീസസ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവരത് പ്രൊഫഷണൽ കപ്പാസിറ്റിയിലുള്ള റെമ്യൂണറേഷൻ ആയിട്ടാണ് കൂടുക. അതല്ലാതെ മാനേജറിയൽ റെമ്യൂണറേഷൻ ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യാം. അതേമാതിരി ഇൻ ദി ഒപ്പീനിയൻ ഓഫ് നോമിനേഷൻ, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങളാണ്. നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പീനിയനനുസരിച്ച് അവർക്ക് ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ റെമ്യൂണറേഷൻ പ്രൊഫഷണൽ കപ്പാസിറ്റിയിലുള്ള റെമ്യൂണറേഷനാണ്, അല്ലാതെ മാനേജർ റെമ്യൂണറേഷൻ അല്ല. അഡീഷണൽ റെമ്യൂണറേഷൻ ഫ്രം സബ്സിഡറി. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഓൾറെഡി ഡയറക്ടറാണ്, അവർ സബ്സിഡറി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഡയറക്ടറായിട്ടോ വേറെ എന്തെങ്കിലും എംപ്ലോയി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടുന്നത് ഡിസ്ക്വാളിഫൈഡ് അല്ല. അതിനങ്ങനെ വാങ്ങിക്കുന്നതിന് സാലറി വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ കമ്പനി അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് ഇന്നൊരു ഡയറക്ടർ വേറെ സബ്സിഡറി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ നിന്ന് ഇങ്ങനെ എമൗണ്ട് കിട്ടുന്നുണ്ട്, കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എക്സസ് റെമ്യൂണറേഷൻ പെയ്ഡ്. Any amount in excess of the limits prescribed under section 197 or without the prior sanction of the central government, you shall refund the same within 2 years. ഈ നേരത്തെ പറഞ്ഞ സീലിങ്ങിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് ഏതെങ്കിലും ഡയറക്ടറിനോ മാനേജറിനോ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെൻറ് പ്രിയർ പെർമിഷൻ വാങ്ങിക്കാതെയാണ് ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടിയെന്നുള്ളത് ഉണ്ടെങ്കിൽ 2 ഇയേഴ്സിന് കിട്ടിയതിൻ്റെ വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ തന്നെ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യണം. കമ്പനി വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ഇത് വേണ്ട തിരിച്ച് റീഫണ്ട് ചെയ്യാന്നുള്ളത് ചെയ്യാം, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് പെർമിഷൻ അതിനു മുമ്പേ എടുക്കണം. ദെൻ മാനേജർ റെമ്യൂണറേഷൻ വയ ഷെഡ്യൂൾ 5. Part 2 of the Schedule 5 allows a public company to appoint a managing or all-time director or a manager and fix their remuneration as long as the same is in accordance with the condition laid down in Schedule 5 without seeking the prior approval of the central government. ഒരു പബ്ലിക് കമ്പനിക്ക് അവരുടെ മാനേജിങ് ആൻഡ് ഓൾ ടൈം ഡയറക്ടറിനെ അല്ലാതെ മാനേജറിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാം. ഷെഡ്യൂൾ 5 പ്രകാരമുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ തന്നെ അവർക്ക് തന്നെ മാനേജറിയൽ റെമ്യൂണറേഷൻസ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഷെഡ്യൂൾ 5ൻ്റെ ഫീച്ചേഴ്സാണ് റെമ്യൂണറേഷൻ പേയബിൾ ബൈ കമ്പനീസ് ഹാവിങ് പ്രോഫിറ്റ്. കമ്പനീസിന് പ്രോഫിറ്റുള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ 197 സെക്ഷനിൽ പറയുന്നത് ലിമിറ്റിൽ കൂടാതെ വേണം റെമ്യൂണറേഷന് ഫിക്സ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ഇൻഡിവിജ്വൽ സീലിംഗ് ഓൺ മാനേജർ റെമ്യൂണറേഷൻ പഠിത്തതാണ് സെക്ഷൻ 197. ആ സീലിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനായിട്ട്. രണ്ടാമത്തത് റെമ്യൂണറേഷൻ പേയബിൾ ബൈ കമ്പനീസ് ഹാവിങ് നോ പ്രോഫിറ്റ്സ് ഓർ ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ്സ്. കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റാണ്, സാലറി കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഇല്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. പേ റെമ്യൂണറേഷൻ ടു ദി മാനേജറിയൽ പേഴ്സൺ നോട്ട് എക്സീഡിങ് ദി ഹയർ ലിമിറ്റ്സ് ഓഫ് ദി എ ആൻഡ് ബി ഗീവൺ ബിലോ. ഇതിനകത്ത് ഇതിൽ കൂടുതലല്ലാത്ത രീതി, അതായത് എ സെക്ഷനുണ്ട് ബി സെക്ഷനുണ്ട്, ഇതിൽ കൂടുതലില്ലാത്ത രീതിയിൽ വേണം. ഇതിനെക്കാട്ടി കൂടുതലുള്ള റെമ്യൂണറേഷൻ കൊടുക്കാൻ പാടില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സെക്ഷൻ എ ആണ്. കമ്പനിയുടെ ക്യാപിറ്റൽ വേർ ദ എഫക്റ്റീവ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനിയുടെ എഫക്റ്റീവ് ക്യാപിറ്റൽ നെഗറ്റീവോ 5 crore കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ ഇയർലി റെമ്യൂണറേഷൻ 30 lakhs കൂടാൻ പാടില്ല. അതേമാതിരി എഫക്റ്റീവ് ക്യാപിറ്റൽ 5 crore 100 crore ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ 84 lakhs കൂടാൻ പാടില്ല ഇയർലി റെമ്യൂണറേഷൻ. ദെൻ 100 crore 250 crore ഇടയിലാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ 120 lakhs ആണ് മാക്സിമം റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട്, ഇയർലി റെമ്യൂണറേഷനാണ്. ഇനി 250 crore കൂടുതലാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ 120 lakh പ്ലസ്
0.01% of the effective capital in excess of 250 crores. 250 crores-ൻ്റെ above എത്ര എമൗണ്ട് ആണ് എഫക്റ്റീവ് ക്യാപിറ്റൽ ഉള്ളത്, അതിൻ്റെ 0.01% 120 lakh റുപ്പീസുമാണ് ഇയർലി റെമ്യൂണറേഷനായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇതാണ് സെക്ഷൻ എ. ഇതിൻ്റെ എക്സസ് ആവാനും പാടില്ല. അതേമാതിരി ഇൻ ദി കേസ് ഓഫ് മാനേജർ പേഴ്സൺ ഹു വാസ് നോട്ട്, സെക്ഷൻ ബി ആണ് പറയുന്നത്, ഇൻ ദി കേസ് ഓഫ് എ മാനേജർ പേഴ്സൺ ഹു വാസ് നോട്ട് എ സെക്യൂരിറ്റി ഹോൾഡർ സെക്യൂരിറ്റീസ് ഓഫ് ദി കമ്പനി ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ₹5 lakh ഓർ മോർ. മാനേജർ പേഴ്സൺ ഇൻ കേസ് അവിടുത്തെ നമ്മൾ പറയുന്ന മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കുന്ന മാനേജറിലെ ആൾക്കാർ സെക്യൂരിറ്റി ഹോൾഡർ അല്ല, കമ്പനിയുടെ ഒരു സെക്യൂരിറ്റീസും ഹോൾഡ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് 5 lakh റുപ്പീസിൽ കൂടുതലല്ല എന്നുള്ള നോമിനൽ വാല്യൂ 5 lakh റുപ്പീസിൽ കൂടുതലല്ലെങ്കിൽ, അതേമാതിരി എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, അതേമാതിരി ഡയറക്ടർ ഓഫ് ദി കമ്പനി ഓർ നോട്ട് റിലേറ്റഡ് ടു എനി ഡയറക്ടർ or promoter at any time during the 2 years prior to this appointment as a manager person. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ടറുടെ ഓൾറെഡി ഡയറക്ടർ ആയിട്ടുള്ള അയാളുടെ റിലേറ്റീവോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടറോ അല്ലായിരുന്നു, അതായത് ഇയാളെ മാനേജർ പേഴ്സണായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള 2 yearsനുള്ളിൽ അയാളൊരു കമ്പനിയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ കമ്പനിയിലെ വേറെ ഏതെങ്കിലും ഡയറക്ടറിൻ്റെ റിലേറ്റീവോ അല്ലെങ്കിൽ പ്രൊമോട്ടറിൻ്റെ റിലേറ്റീവോ അല്ലാന്നുണ്ടെങ്കിൽ റെലവൻറ്റ് പ്രോഫിറ്റിൻ്റെ 2.5% റെമ്യൂണറേഷനായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൽ കൂടുതലായിട്ട് ഏത് സിറ്റുവേഷനിലും ഇതിൽ ഈ രണ്ട് എ സെക്ഷനിലും ബി സെക്ഷനിലും പറഞ്ഞതിനകത്ത് ഇതിൽ കൂടുതലായിട്ട് റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് പാടില്ല. അതാണ് ഷെഡ്യൂൾ 5. ഇങ്ങനെ ഹൗ ടു പേ ദി റെമ്യൂണറേഷൻ ടു ദി മാനേജ്മെന്റ് ആസ് പെർ ഈ പറഞ്ഞ സീലിംഗ് ലിമിറ്റിൽ ആണ് റെമ്യൂണറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ് റെമ്യൂണറേഷൻ ഇസ് അപ്രൂവ്ഡ് ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി ബോർഡ് and where a company has nomination remuneration committee also by the nomination remuneration committee. അതായത് ഇങ്ങനെയുള്ള ഒരു റെമ്യൂണറേഷൻ പേയ്മെൻറ്റിൻ്റെ റെസൊല്യൂഷൻ പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കണം, ബോർഡ് പാസ്സാക്കണം. അതേമാതിരി കമ്പനിയുടെ ഒരു നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. ദി കമ്പനി ഹാസ് നോട്ട് മെയ്ഡ് എൻ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് എനി ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്. അതായത് അവരെ കമ്പനി ഇതിന് എന്തെങ്കിലും പേയ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള 30 daysനകത്ത് തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയർ കണ്ടിന്യൂസ് 30 daysനകത്ത് എന്തെങ്കിലും ബിഫോർ ദി ഡേറ്റ്, അതായത് ഈ ആർക്കാണോ മാനേജർ റെമ്യൂണറേഷനായിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കണ്ടിന്യൂസ് ആയിട്ട് 30 daysനകത്ത് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ഡിഫോൾട്ട് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. Section 5 allows companies to pay remuneration to their manager person up to double the amount of the aforesaid ceiling. Schedule 5-ൽ ഇപ്പോൾ ഈ പറഞ്ഞതിനെക്കാട്ടിലും അതിൻ്റെ ഡബിൾ മാനേജറിയൽ സാലറി വരെ മാനേജർ പേഴ്സണൽ റെമ്യൂണറേഷൻ വരെ കൊടുക്കാനായിട്ട് സാധിക്കും. ബൈ ഒബ്സർവിംഗ് ദി റിക്വയർഡ് പ്രൊസീജിയേഴ്സ് ആസ് സ്റ്റേറ്റഡ് above and passing a special resolution at the general meeting which shall remain valid for a period of 3 years. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാണ്, ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യാണ്. അതേമാതിരി ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സീലിങ്ങിൽ ഡബിൾ എമൗണ്ട് വരെ മാനേജർ റെമ്യൂണറേഷനായിട്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് സെക്ഷൻ 3, അപ് ടു 2 times the amount of permissible under സെക്ഷൻ 2. സെക്ഷൻ 2-ൽ പറഞ്ഞതിൻ്റെ ഡബിൾ എമൗണ്ട് വരെ പെർമിസിബിൾ ആവാൻ പറ്റുന്ന സെക്ഷനാണ് സെക്ഷൻ 3 വിത്തൗട്ട് ദി സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ തന്നെ പേ ചെയ്യാനായിട്ട് പറ്റും. അത് എങ്ങനത്തെ സിറ്റുവേഷനിലാന്ന് പറയാം. ഫസ്റ്റ്, ഫോറിൻ കമ്പനി ആണെങ്കിൽ അവരുടെ ജനറൽ മീറ്റിങ്ങിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സീലിംഗ് സെക്ഷൻ 2-ൽ പറഞ്ഞ സീലിങ്ങിൻ്റെ 2 times എമൗണ്ട് നമുക്ക് മാനേജർ റെമ്യൂണറേഷനായിട്ട് പേ ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ഇല്ലാതെ തന്നെ. രണ്ടാമത്, ന്യൂലി ഇൻകോർപ്പറേറ്റ് കമ്പനി, പുതിയതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ വിത്തിൻ അപ് ടു 7 years വരെ ഇതിൻ്റെ 2 times എമൗണ്ട് സെക്ഷൻ 2-ൽ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഡബിൾ എമൗണ്ട് മാനേജർ റെമ്യൂണറേഷനായിട്ട് കൊടുക്കാം. അതേമാതിരി എ സിക്ക് കമ്പനി ഫോർ എ പീരീഡ് ഓഫ് 5 years ഫോർ ദി ഡേറ്റ് ഓഫ് സാങ്ഷൻ ഓഫ് സ്കീം ഓർ റിവൈവൽ. സിക്ക് കമ്പനി എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ലോസസും ഈക്വലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും, അതിൽ കുറവാണ് ടോട്ടൽ നെറ്റ് വർത്ത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സിക്ക് കമ്പനി എന്ന് വിളിക്കാം. അങ്ങനെയുള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 5 years വരെ അതിൻ്റെ ഡബിൾ സെക്ഷൻ 2-ൽ പറഞ്ഞ എമൗണ്ടിൻ്റെ ഡബിൾ എമൗണ്ട് മാനേജർ റെമ്യൂണറേഷനായിട്ട് കൊടുക്കാം. അത് അങ്ങനെ അത്രയും കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവൈവലിന് വേണ്ടിയിട്ടാണ് അത്ര എമൗണ്ട് മാനേജർ റെമ്യൂണറേഷനായിട്ട് കൊടുക്കുക എന്നുള്ളത് പറയുന്നത്.
A company in a special economic zone as notified by Department of Commerce from time to time, which has not raised any money by public issue of shares or debentures in India and has not made any default in India in repayment of any of its debt, including public deposits or debentures or interest, thereby the payable thereon for a continuous period of 30 days in a financial year, may pay remuneration up to 240 lakh per annum. ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ആണ് പറയുക ഏതൊക്കെയാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർ പബ്ലിക് മണി റേസ് ചെയ്തിട്ടില്ല, അതായത് ഷെയർസോ ഡിബെഞ്ചേഴ്സോ ഒന്നും ഇഷ്യൂ ചെയ്യാതെ ആണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതേമാതിരി അവർ എന്തെങ്കിലും പേയ്മെൻറ്റ് ഡെബ്റ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും റീപേയ്മെൻറ്റിന് ഡിഫോൾട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിഫോൾട്ടൊന്നും ചെയ്യാത്തൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 240 ലാക്ക് വരെ പെർ ആനം റിമ്യൂണറേഷനായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പനി വർക്കിംഗ് ഇൻ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. Besides the aforesaid remuneration, a manager person of a company having no profits or having inadequate profits shall also be eligible to perquisites, including contribution to provident fund, gratuity, encashment of leave at the end of the tenure. ഈ പറഞ്ഞ സീലിംഗ് അല്ലാതെ, ഈ പറഞ്ഞ അഫോഴ്സഡ് റെമ്യൂണറേഷൻ, ഈ നേരത്തെ പറഞ്ഞ റെമ്യൂണറേഷൻ സീലിങ്ങും ഈ പറഞ്ഞ കാര്യങ്ങളും അല്ലാതെ മാനേജർ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും മാനേജർ പേഴ്സൺസിന് പെർക്യൂസിറ്റ്സ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെൻറ്റ് ഇതൊക്കെ കിട്ടാനുള്ള ഓപ്ഷൻ മാനേജറിയൽ പേഴ്സണിൽ ഉണ്ട്. സെക്ഷൻ 197 ഇൻക്ലൂഡിങ് 5 ഡു നോട്ട് അപ്ലൈ. പ്രൈവറ്റ് കമ്പനിക്ക് ഈ സെക്ഷൻസ് ഒന്നും, സെക്ഷൻ 5 ഒന്നും ഇൻക്ലൂഡിങ് സെക്ഷൻ 197 ഇൻക്ലൂഡിങ് സെക്ഷൻ 5 ഒന്നും അപ്ലൈ ആയിട്ടില്ല. അതൊക്കെ പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. മീനിങ് ഓഫ് എഫക്റ്റീവ് ക്യാപിറ്റൽ, നേരത്തെ നമ്മൾ പറഞ്ഞ എഫക്റ്റീവ് ക്യാപിറ്റൽ ഇത്ര രൂപയാണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ എഫക്റ്റീവ് ക്യാപിറ്റൽ എന്ന് നോക്കാം. ദ എക്സ്പ്രഷൻ എഫക്റ്റീവ് ക്യാപിറ്റൽ ഫോർ ദി പർപ്പസ് ഓഫ് ഷെഡ്യൂൾ 5 ഈസ് ആസ് ഫോളോസ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എക്സ്ക്ലൂഡിംഗ് ഷെയർ ആപ്ലിക്കേഷൻ മണി ഓർ അഡ്വാൻസസ് അഗെയിൻസ്റ്റ് ഷെയർസ്. കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ മണി, ഷെയർസിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂട്ടിയിട്ടില്ല. പിന്നെ ഷെയർ പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ട്, പിന്നെ സർപ്ലസ് ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, റീവാലുവേഷൻ റിസർവ് ഒഴികെയുള്ള ബാക്കി റിസർവ്സ് ആൻഡ് സർപ്ലസ്, പിന്നെ ലോങ് ടേം ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ് റീപേയബിൾ ആഫ്റ്റർ 1 year. അതായത് ലോങ് ടേം ഡെപ്പോസിറ്റ്സ് എന്തെങ്കിലും റീപേ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ലോങ് ടേം ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ് 1 year കൂടുതലുള്ളത്, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 1 year കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനാണ് യൂഷ്വലി ലോങ് ടേം ലോൺസ് എന്ന് വിളിക്കാറ്. അങ്ങനെയുള്ളതും കൂടെയാണ്. ഈ പറഞ്ഞ 4 കൂടെ ആഡ് ചെയ്യാം. അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ആൻ ഇൻവെസ്റ്റിംഗ് കമ്പനി, അത് ഇൻവെസ്റ്റിംഗ് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും അക്യുമുലേറ്റ് ലോസ് ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള പ്രിലിമിനറി എക്സ്പെൻസസ്, അതായത് റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലാത്ത പ്രിലിമിനറി എക്സ്പെൻസസ്, ഇത് 3 കുറയ്ക്കണം. അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മളുടെ എഫക്റ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Then time and effective capital shall be calculated. With the appointment of a manager person is made in the year in which company has been incorporated, the effective capital shall be calculated as on the date of such appointment. Managerial person അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇയറിൽ, when the appointment of is made in the year, എഫക്റ്റീവ് ക്യാപിറ്റൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാനേജർ പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുന്ന വർഷമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്താണ്, കലാസ് ഓൺ ദ ഡേറ്റ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന സമയത്താണ്, നമ്മൾ എന്നാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അന്നാണ് നമ്മൾ എഫക്റ്റീവ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ the effective capital shall be calculated as on the last date of the financial year preceding the financial year with the appointment of the manager person is made. ഇപ്പം അടുത്ത വർഷമാണ് അങ്ങനെയല്ല, ഇപ്പോഴാണ് ഈ വർഷം തന്നെയാണല്ല മാനേജർ പേഴ്സണ് അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നാണോ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആ ലാസ്റ്റ് ഡേറ്റിന് എഫക്റ്റീവ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അടുത്ത വർഷം ആയിരിക്കും മാനേജറിയൽ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുക. അതാണ് എഫക്റ്റീവ് ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും. അപ്പോൾ അതാണ് യൂണിറ്റ് 14. താങ്ക് യു.